ദയാനിധിമാരന്റെയും അണ്ണാമലയുടെയും പ്രതികരണമാണ് കേട്ടത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം തമിഴ്നാടാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതമായി വരികയാണല്ലോ. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് തമിഴ്നാട്ടിലേക്ക് വരുന്നതിനെയാണല്ലോ ഇപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള പ്രതികരണങ്ങളിലൂടെ നേതാക്കൾ കാണുന്നത്. ഇപ്പോൾ മാരൻ മോദിയെ വിമർശിക്കുന്നു, അതേസമയം അണ്ണാമല ഈ മോദിയുടെ വരവ് തമിഴ്നാടിന് വലിയ ഊർജ്ജമാകുന്നു എന്ന് പറയുന്നു. മഞ്ജുഷ, ഏതായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണ്. 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 102 മണ്ഡലങ്ങളിൽ 97 മണ്ഡലങ്ങളുടെ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ബീഹാറിൽ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ 5 മണ്ഡലങ്ങളിലെ പത്രികാ സമർപ്പണം നാളെയാണ് അവസാനിക്കുക. അങ്ങനെ 102 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം അത് തമിഴ്നാട് തന്നെയാണ്. കാരണം 39 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പത്രിക നൽകിയിട്ടുണ്ട്. ADMK സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച നൽകിയിരുന്നു. ഇന്ന് ഏതായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K അണ്ണാമലയെ, ഒപ്പം തന്നെ ദയാനിധിമാരൻ, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ദയാനിധിമാരൻ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ദയാനിധിമാരൻ ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. K അണ്ണാമലൈ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുന്നു. കോയമ്പത്തൂർ സീറ്റ് സ്വാഭാവികമായും അത് ഒരു ഏതാണ്ട് ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം DMK ഇത്തവണ സീറ്റ് CPM-ൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി DMK ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് മത്സരിക്കുന്നു. ഒപ്പം ADMKയും BJP സഖ്യമില്ല. ഈ 2 പാർട്ടികളും വെവ്വേറെ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായി ADMKയുടെ ശക്തി കേന്ദ്രമാണ്. BJPക്കും കോയമ്പത്തൂർ മേഖലയിൽ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിനാണ് കോയമ്പത്തൂർ ഏതായാലും സാക്ഷ്യം വഹിക്കുന്നത്. ശക്തമായ പോരാട്ടം അവിടെ നടക്കുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. 8 മണ്ഡലങ്ങളിലാണ് UPയിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ പിലിഭത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. പ്രത്യേകിച്ച് വരുൺ ഗാന്ധിക്ക് അവിടെ സ്ഥാനാർത്ഥി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. വരുൺ ഗാന്ധി പിന്നീട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇതുവരെയും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും പ്രചാരണം ചൂടുപിടിച്ച് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 102 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട് അത് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. കഴിഞ്ഞ തവണ 38 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും BJPയും ഇത്തവണ ചില പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. K അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ വലിയ ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ADMK ആകട്ടെ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. MDMK ഉണ്ട്, ഒപ്പം തന്നെ SDPI തുടങ്ങിയവരും അവർക്കൊപ്പം മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് പത്രികാ സമർപ്പണം അവസാനിച്ചതോടുകൂടി കൂടുതൽ സജീവമായി മത്സരരംഗത്തിറങ്ങാൻ തന്നെയായിരിക്കും പാർട്ടികളുടെ തീരുമാനം. മഞ്ജുഷ്. ശരി രാഗേഷ്, ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് ഇന്ന് അവസാനിക്കുന്നത്. അതിൽ തമിഴ്നാടും ഉൾപ്പെടുന്നു.